നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഈ പത്രസമ്മേളനങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞ് നടത്തുന്ന പത്രസമ്മേളനങ്ങൾ, അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. തനിക്ക് നേരെ വരുന്ന അമ്പുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ രണ്ടായിട്ട് വലിച്ചൊടിച്ച് ദൂരെ കളഞ്ഞ് കൃത്യമായിട്ട് തന്നെ നിലപാട് വ്യക്തമാക്കി ഈ എതിരാളികളെ അമ്പരപ്പിക്കുന്ന ഒരു മാജിക് അദ്ദേഹത്തിനുണ്ട്. അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള അദ്ദേഹം വിവരമുള്ളതുകൊണ്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒന്നും പിന്നെ പറയാൻ കിട്ടാനില്ലായിരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുറച്ച് ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരും CPM കൂടെ ഇറങ്ങി നടത്തിയ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം വി ഡി സതീശൻ നടത്തിയ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആദ്യം ഏത് ചടങ്ങിലായിരുന്നത്? ചെങ്ങന്നൂർ നടന്ന പമ്പ സാഹിത്യോത്സവം എന്ന് പറഞ്ഞ ഒരു ചടങ്ങിൽ അങ്ങനത്തെ ഒരു ചടങ്ങായിരുന്നു. അവിടെ വെച്ചായിരുന്നു അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. പക്ഷേ ആ പ്രസംഗത്തിൽ നമ്മളത് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം അതിലൊരു സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അതിലില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഈ കല അതുപോലെയുള്ള അന്യം നിന്ന് പോകുന്ന പല കാര്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടണം എന്ന് ലളിതമായി പറഞ്ഞതായിരുന്നു ആ സന്ദർഭം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ അമ്മമാർക്ക് നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെ വല്യമ്മമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അവർക്കറിയാവുന്ന പല ഫുഡുകളും നമുക്ക് ഇന്നത്തെ കാലത്ത് പകുതി പേർക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞാണ്. അത് പറഞ്ഞത് മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് മരുമകൾക്കെങ്കിലും എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സ്ത്രീ മരുമകൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീവിരുദ്ധതയല്ലല്ലോ. അല്ല, മക്കൾക്കെന്ന് തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ വ്യക്തമായി കേട്ട് നോക്കി. അതിൽ മക്കൾക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നാണ് അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് വരുന്ന മരുമകൾക്കെങ്കിലും പറഞ്ഞുള്ളൂ. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പം വേറെ സജഷനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതും കൊണ്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ. എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം, ഈ സതീശൻ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് തിരിയുന്നു, ഇങ്ങനെല്ലാം നോക്കാനായിട്ട് കോൺഗ്രസ്സുകാരൊക്കെ കൂടുതൽ ഇപ്പോൾ അതിൽ വാച്ച് ചെയ്യുന്നത് CPM അവർ ആ ആത്മാർത്ഥത സ്വന്തം കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ 35 അവർ ഒതുങ്ങേണ്ട അവസ്ഥ വരികയും ചെയ്യില്ല. അവർ നിസ്സാര ചോദ്യം ചോദിച്ചോട്ടെ CPM സാംസ്കാരിക നായികമാരുടെ ഈ മണിയാശാൻ എന്ന് പറഞ്ഞ നേതാവ് CPM അദ്ദേഹം നടന്ന പരാമർശങ്ങൾ സ്ത്രീ വിരുദ്ധതയാണോ സ്ത്രീ അനുകൂലതയാണോ എന്തെല്ലാം അശ്ലീലം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോളിടെക്നിക് പ്രിൻസിപ്പലിനെ കുറിച്ച് എന്ത് വൃത്തിയായിട്ട ഭാഷയാണ് സംസാരിച്ചത്. അതുപോലെ മറ്റേ പെമ്പിളെ ഒരുമയെ അവർ ആ സഹോദരിമാരെ സമരം നടത്തിയപ്പോൾ എല്ലായിടത്തും പുള്ളി പോയിക്കണം മറ്റേ പണിയാണെന്ന്. മറ്റേ പണി എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ ആംഗ്യം ഒരു ഗോഷ്ഠിയെ കാണുമ്പോൾ ഇതെന്തോ അശ്ലീലമാണ് അദ്ദേഹം പറയാൻ നമുക്ക് തോന്നും. MM മണി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആർഷോ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് അത് പിന്നെ കൊല്ലത്ത് ജാഥ നടത്തിയില്ലേ നമ്മുടെ ചിന്താറാമന്റെ നേരത്തിൽ. അച്ഛനെല്ലാ നേരത്തെ ബാക്കിയാൻ പറയുന്നില്ല, അച്ഛനെല്ലാ നേരത്തെ പറഞ്ഞ് ജാഥ നടത്തിയില്ല. അത് സ്ത്രീവിരുദ്ധമേ ഇല്ല. ഇത് ഏറ്റവും രസം, ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരെന്നും ഫെമിനിസ്റ്റുകളെന്നും സ്വയം പറഞ്ഞു നടക്കുന്ന ആർക്കും ഈ CPM നടത്തുന്ന ഇത്തരം പരാമർശങ്ങളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടോ ഇതൊന്നും അവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. അത് പറ്റില്ലല്ലോ അവർക്ക്. അവർ ആക്ടിവിസ്റ്റുകളാണ്, അവർ ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകളാണ്. അവരിത് കണ്ടിട്ടേ ഇല്ല. മണിയാശാൻ പറയുന്നതെല്ലാം തന്നെ അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത് വേണമെങ്കിൽ അവർ പറയും. ആ സംസ്കൃതമാണ് അദ്ദേഹം പറയുന്നത്, മലയാളമല്ല, വലിയ സംഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത് പറയും. സതീശൻ എന്ത് പറഞ്ഞാലും ഇഷ്ടമില്ലാത്ത അച്ഛത് ഒട്ടമെല്ലാം കുറ്റമെന്ന് പറഞ്ഞതുപോലെ അതിലെല്ലാം കയറി അതിൻ്റെ ഒരു വാക്കിൽ കയറി പിടിച്ചിട്ട് ഇതാണ് വിഷയം എന്ന് പറയും. ഉദാഹരണം പറയുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കല. നമ്മുടെ നാട്ടിലെ വലിയ കലാകാരന്മാരായിരുന്നു, മഹാകലാകാരന്മാരായിരുന്നു ഒരുപാട് പേരുടെ പിൻഗാമികൾ അവർക്കതില്ലായിരുന്നു. അവർ വേറെ ജോലിക്ക് പോരായിരുന്നു. നമുക്കത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് കഥാപ്രസംഗം ഇന്നത്തെ ഒരു തലമുറയിൽ നോക്കിയത് അങ്ങനെ ഒരു കലാരൂപം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഇന്നത്തെ പുതിയ തലമുറ എത്ര കഥാപ്രസംഗം അറിയാമെന്നുള്ളതാണ്. ഞങ്ങളെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടെന്ന് നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും പോയി നമ്മൾ കാണാം. കൊല്ലം ബാബു ഉണ്ടായിരുന്നു. B സാംബശിവൻ്റെ മകൻ അദ്ദേഹവും നടത്തുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ആ കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രതാപകാലത്ത് കിടാമംഗലം സദാനന്ദൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയുടെയൊക്കെ കുടുംബക്ഷേത്രമുണ്ട് അവിടെ, ആയിൽ ക്ഷേത്രം എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയുള്ള. അവിടെ എല്ലാ വർഷവും B സാംബശിവൻ അദ്ദേഹം പണ്ട് തുടക്കക്കാരനായിരുന്ന കാലത്ത് പോലെ കഥാപ്രസംഗം നടത്തുന്നത്. അത് കഥാപ്രസംഗം മസ്റ്റാണ്. കടാമംഗലവും അവിടെ കഥാപ്രസംഗം വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത് പാരമ്പര്യമായി ഒരുപാട് കലാരൂപങ്ങൾ വലിയ ചിത്രകാരന്മാരൊക്കെ ആയിരുന്നാൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രധാനം നമ്മൾ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളെ കണ്ടില്ലേ, നല്ല മരപ്പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ശില്പികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ പലരുടെയും മക്കളോ കൊച്ചുമക്കളോ ഒന്നും പിന്നെ അവർ വേറെ വഴിക്കായിരിക്കും പോയിട്ടുള്ളത്. പിന്നെ ആർക്കും ഇതില്ല, ഇത് അന്യം നിന്ന് പോവുകയാണ്. അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഈ പറയുന്നത് പോലെ അതിലൊരു സ്ത്രീവിരുദ്ധ പരാമർശം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലത് ചെകഞ്ഞിട്ട് അതിന്റെ മേലെ അങ്ങനെ ഒരു ഉണ്ടെന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ മനുഷ്യന്ന് മൂളിയാൽ പോലെ തന്നെ പല അർത്ഥമുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതിന് ഏതർത്ഥം കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഒന്ന് മൂളിയാൽ ആ മൂളലിൽ പല അർത്ഥം ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെയാണ്. അതുപോലെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പം നമ്മളൊക്കെ വീടുകളിൽ എൻ്റെ ഭക്ഷണശീലം ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ അനിയത്തിലേക്ക് ഭക്ഷണശീലം ഉണ്ടാക്കിയെടുത്ത ആൾ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ പക്ഷേ അവരന്ന് ഉണ്ടാക്കി തരുമായിരുന്നത്. അന്ന് വീട്ടിൽ മിക്സി ഇല്ല, ഈ മറ്റേ
അമ്മിക്കല്ലാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാകം അവർക്കറിയാം. ഈ മിക്സിയിൽ ചമ്മന്തി അരയ്ക്കുന്നതിനെക്കുറിച്ച് പണ്ട് നടൻ ജനാർദ്ദൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ മിക്സിയിൽ അടിക്കുന്ന ചമ്മന്തി അല്ല കുമ്മന്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ചമ്മന്തി അരച്ചാൽ മാത്രമേ, ഈ അമ്മിക്കല്ല് അരച്ചാൽ മാത്രമേ അതിൻ്റെ പാകം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പാകം അറിയണമെങ്കിൽ അതിന് ഒരു വഴക്കമുണ്ട്, അത് അറിഞ്ഞിരിക്കണം. പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാർക്കും അവർക്കെല്ലാവർക്കും, അല്ലെങ്കിൽ മുതിർന്ന അപ്പൂമാർക്കെല്ലാവർക്കും അതൊക്കെ അറിയാമായിരുന്നു. അവർ അടുത്ത തലമുറയപ്പം അന്ന് ഒരു കാര്യമുള്ളത്, അന്ന് ഈ അമ്മമാരിങ്ങനെ ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ അവർ വീട്ടമ്മമാരായിരുന്നവരാണ്. ഇന്നിപ്പോൾ പേരക്കുട്ടിയുടെ കാലം അവർ ജോലിക്ക് പോകാൻ തിരക്കില്ല, അവർക്ക് ഈ അമ്മിക്കല്ലാത്തോണ്ടിരിക്കാൻ സമയം കാണില്ല. പക്ഷേ ഇതൊക്കെ അവർക്ക് അറിയാമെങ്കിൽ അവർക്ക് പിന്നീട് എപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ പല റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ പഴയകാല ഭക്ഷണങ്ങളൊക്കെ. അതിന് ഇത്രയും സ്വീകാര്യത കിട്ടുന്നത് ആ പഴയ കാലത്ത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇത് എല്ലാവർക്കും ഒട്ടും അറിയത്തേമില്ല. ഇല്ല, അല്ല അതാണ് എൻ്റെ കാര്യം. അറിഞ്ഞുകൂടാ. എല്ലാവരും ഇന്ന് സിന്തറ്റിക് ഫുഡിൻ്റെ പുറകെ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ ഓടുമ്പോൾ ഈ മാത്രമല്ല, നമ്മുടെ ഈ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന അന്നത്തെ ഭക്ഷണങ്ങൾ, അന്നത്തെ നമ്മൾ ഇനി അമ്മമാരെ വേറെ പറഞ്ഞില്ല, അപ്പൂമ്മമാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ സ്ത്രീകൾ തന്നെയാണ് അടുക്കള കാര്യങ്ങൾ നോക്കി. അന്നത്തെ നമ്മളത് പറയും, അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു. അവർ വീട്ടമ്മമാരെ ആണുങ്ങൾ ജോലിക്ക് പോകുന്നവരായിരുന്നു. അല്ലാണ്ട് നമ്മൾ അക്കാലത്ത് പറമ്പിൽ കഷ്ടപ്പെട്ട് വന്ന ഒരു പുരുഷനോട് വന്നിട്ട് അടുക്കളയിൽ പണി ചെയ്യണം എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഭാഗമായിട്ട് പണ്ട് തന്നെ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നിരിക്കുക. പുരുഷന്മാർ പണിയെടുത്തുകൊണ്ട് വരുന്നു, സ്ത്രീകൾ വീട്ടിൽ നിന്ന് അതൊക്കെ ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ അത് പണ്ട് അങ്ങനെ കാലം മാറി. ഇന്ന് സാഹചര്യം മാറിയപ്പോൾ നമുക്ക് അതിൽ മാറ്റങ്ങൾ വന്നു. അതെ, ഇന്നിപ്പോൾ സ്ത്രീകളെല്ലാവരും അമ്മയ്ക്കെല്ലാം അരയ്ക്കണമെന്നും അതിൽ ആട്ടിലെല്ലാം ആട്ടണമെന്നും നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് സമയമില്ല. സത്യമാണ്, അത് അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റുമാണ്. വീഡിയോ ശേഷം അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത്. അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കണം, ആൺമക്കളെ മനസ്സിലാക്കണം. ഇപ്പം ഇന്ന് ആണുങ്ങൾ പാചകം ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മളിന്ന് വലിയ സദ്യ അടക്കുമ്പോൾ പ്രധാന പാചകക്കാരനെ പുരുഷന്മാരല്ലേ. നമ്മൾ വലിയൊരു കല്യാണ സദ്യയാണെങ്കിൽ നമ്മൾ വലിയൊരു അടിയന്തരമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുഖ്യ പാചകം നടക്കുന്ന പലപ്പോഴും പുരുഷന്മാർ തന്നെയാണ്, സ്ത്രീകൾ അപൂർവമാണ്. എനിക്കിതിൽ തോന്നിയൊരു കാര്യം, ഇവർ എന്ത് സതീശന്റെ വായിൽ നിന്ന് എന്ത് വീഴുന്നു അതാണ് ഇവർ അത്രയും സൂക്ഷ്മതയോടാണ് ഇവരെ അതിൽ നോക്കുന്നത്. അതിൽ ഞാൻ ഈ വി ഡി സതീശൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തി ആദ്യമായിട്ട് ഞാൻ ഈ പോസ്റ്റ് കാണുന്നത് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിലാണ്. അതിൽ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഇത്തരത്തിൽ എന്താ നമ്മൾ അതായത് ഈക്വൽ ആണെന്ന് പറഞ്ഞ് അങ്ങനെ വരുത്തിയെടുത്ത് പറഞ്ഞിട്ട് അതിന് നേരെ വിപരീതമാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് പറയുന്നു. നമ്മളതിൽ നമ്മുടെ സാറും ഇതുപോലെ 2 ദിവസം മുമ്പ് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് പിന്നെയും ഇവിടെ ഒന്നുകൂടി ചോദിക്കാം. ഈ പറയുന്ന വീശും കൂടി അദ്ദേഹം ഇപ്പോഴാണ് പ്രായാധിക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അദ്ദേഹം ആയ കാലത്ത് ഇത്തരത്തിൽ ഈ പറയുന്ന അടുക്കള ജോലികളെല്ലാം ചെയ്തിരുന്നത് നമ്മൾ ഈ സംസാര തത്വം പറയാൻ മാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയും ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അവനവൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ബാധകമല്ലല്ലോ. ഏതായാലും വി ഡി സതീശൻ പതിവ് പോലെ തന്നെ ഇന്ന് പത്രസമയത്ത് അദ്ദേഹം അടിച്ചങ്ങ് നിരപ്പാക്കി. അദ്ദേഹം 1, 2, 3, 4 എല്ലാത്തിനും മറുപടി പറഞ്ഞു. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. മാത്രമല്ല ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ വീഡിയോ ലഭ്യമാണല്ലോ. ഈ വിമർശിക്കാൻ ഇറങ്ങുന്നവരൊന്ന് കേട്ടു കേട്ടത് അതിൽ ഒരു ഭാഗം മാത്രം മരുമക്കൾക്കെങ്കിലും മരുമോൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്നുള്ള ഒറ്റ വാക്കിനെടുത്ത് പ്രയോഗിക്കുകയാണ്. മക്കൾക്കെന്ന് തന്നെയാണ് പറഞ്ഞത്. മക്കൾക്കെന്നാണ് പറഞ്ഞത്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മരുമകൾക്കെങ്കിലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കാതെ എന്ത് കണ്ടാലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ ആളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയാണ്, അത് അവരുടെ ശീലമാണത്. ഈ നമ്മുടെ സാംസ്കാരിക നായരുടെ കാര്യം അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വലിയ വലിയ വിഷയങ്ങളുണ്ട്, അവരാരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? ഈ PSC ഓഫീസിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ച് ഇത്രയും വലിയ അഴിമതിയും എത്രയോ അതിലൊരു എനിക്ക് തോന്നിയിട്ടുള്ള ഈ സാംസ്കാരിക നായകരെ സംബന്ധിച്ച് അവർക്ക് ഈ മുൻനിരയിൽ ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. അപ്പോൾ അതിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ എടുത്തിടുമ്പോൾ ചില വിഷയങ്ങളിൽ നമുക്ക് പ്രതികരിക്കുമ്പം പെട്ടെന്ന് ആൾക്കാരിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് കത്തി നിൽക്കാനുള്ള സബ്ജക്റ്റുകളാണ് അതിൽ ചിലത്. ഈ സദാചാരം, ഇത്തരം സ്ത്രീവിരുദ്ധത, മതം, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ എന്നും നമ്മൾ അതിൻ്റെ ചെറിയൊരു വശം എടുത്തിട്ടാൽ പോലും പെട്ടെന്ന് കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം ഇത്തരം ഒരു സാധനത്തിൽ ഈ മാധ്യമങ്ങൾ തലയും വാലും ഇല്ലാതെ ഒരു വാർത്ത കൊടുത്തു, അത് ഏറ്റുപിടിച്ച് ഇത്തരം ഒരുപക്ഷെ ഈ പ്രതികരിച്ചിട്ടുള്ള സാംസ്കാരിക നായകർ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാണേ കേൾക്കുക ചെയ്യാതെ കണ്ട നീ നില്ല കേട്ടാ ഞാൻ പറയാമെന്ന് പണ്ട് പറഞ്ഞ അവസ്ഥയാണ്. ഇവരൊന്നും കാണുന്നില്ല, കാണാതെ ചുമ്മാ അങ്ങ് പറയാം. ഒരു സാംസ്കാരിക നായിക പറയുമ്പോൾ ചാടി ഇറങ്ങിയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ എന്താണ് പറയുക, ഈ ഒരു ധാരണയുമില്ലാത്ത വലിയൊരു വിഭാഗം സാംസ്കാരിക നായകരുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അവരെ സാംസ്കാരിക നായകരെന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തിന്റെ വക്താക്കളെന്ന് വിളിക്കാൻ അവരെ അവസരോചിതന്മാരെന്ന് വിളിക്കാം. അവസരം അനുസരിച്ച് അവരെ പ്രതികരണങ്ങൾ സെലക്റ്റീവാണ്. എന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അതിൽ മാറ്റം വന്നിട്ടില്ല. ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഈ
ഇപ്പോൾ ഡൽഹിയിലെ നമ്മുടെ വിദ്യാർത്ഥി സമരം അത് നല്ല കാര്യം, അതിന് പിന്തുണച്ച്. പക്ഷേ അവർ ഇവിടെ PSC ഓഫീസിലെ സമരം ഞാൻ വരുമില്ല. എന്നുവെച്ചാൽ അവർ ഞങ്ങളുടെ സഹാക്കളെ പൈസ വാങ്ങിച്ചായിരുന്നു, ഞങ്ങൾക്കത് വരാൻ പറ്റില്ല, അങ്ങനെ പറയുള്ളൂ അവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ സതീശൻ എന്തായാലും ഈ വളരെ കുറഞ്ഞൊരു കാലം കൊണ്ട് അദ്ദേഹം താനൊരു സമർത്ഥനാണെന്ന് അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല നമ്മൾ ഈ സാംസ്കാരിക നായകരെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ എത്ര പേർക്ക് ഇതൊരു വലിയ വിഷയമാണ് എന്ന് തോന്നിയിട്ടില്ല. ഈ സാംസ്കാരിക നായകന്മാർ പൊതുജനങ്ങൾക്ക് പലരെയും പരമപുച്ഛവുമാണ്. കാര്യം ഇവരൊന്നും തന്നെ ജീവിതത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാത്തവരാണെന്നുള്ളതാണ് സത്യം. കൂടുതൽ പേര് വളരെ ന്യൂനപക്ഷം ഒഴികെ ബാക്കി സ്വന്തം ജീവിതത്തിൽ ജാതിക്ക് മതത്തിന് വരെ പ്രസംഗിക്കും, മക്കൾക്കും കൊച്ചുമക്കും വരെ ജാതി പാലിട്ട് അതിൽ അഭിരമിക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊക്കെ ഒരു പ്രോത്സാഹനമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇനിയും സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം ഇവരെല്ലാം ചുറ്റും നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അദ്ദേഹം പറയണം എന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് സതീശന് നല്ലതാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല അറിവുള്ള, നല്ല പുസ്തകം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നല്ല മറുപടി കൊടുത്തോളും. പിന്നെ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മിണ്ടാതിരിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെയുള്ള ക്യാബിനറ്റ് ബ്രീഫിംഗ് എല്ലാം തന്നെ കിട്ടാനുള്ളത് കൃത്യമായിട്ട് കൊടുത്താൽ ഒരു വിവാദം ഉയരും, അദ്ദേഹം മറുപടി കൊടുക്കും, തീർന്നു. അതേപോലെ ഇതും ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതുന്നു.